യാത്രയൊക്കെ സുഖമായിരുന്നോ? എൻ്റെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ആനന്ദേട്ടനാണ് കുടുങ്ങിയത്. ട്രെയിൻ ലേറ്റ് ആയത്ര. ആണോ? കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. 12 മണിക്കൂർ 35 മിനിറ്റ് ലേറ്റ്. എന്നെ ഡെയിലി ഒരു 2-3 തവണ വിളിക്കും. ശരി. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഏട്ടനെ പറ്റി ആദ്യമായിട്ട് എങ്ങനെ ഒരാൾ പുഴത്തി പറയുന്നത്? ഇന്നാൾ അഞ്ജലിയുടെ അച്ഛനും ഇത് തന്നെ പറഞ്ഞു. ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയും. ഞാൻ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളാണല്ലോ. എൻ്റെ ഒരു അനുഭവത്തിൽ ആനന്ദേട്ടനെ പോലെ തെളിഞ്ഞ മനസ്സും ക്ഷമാശീലമുള്ളൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഐ പ്രോമിസ്. അഞ്ജലിയും അടുത്ത് നിന്ന് മനസ്സിലാക്കണം ആനന്ദേട്ടനെ. ഇവന് വല്ല ഫ്ലൈറ്റിലും വന്ന പോരായിരുന്നു. അതിന് ഫ്ലൈറ്റിൽ അടി ഉണ്ടാക്കിയതിന് അവനെ ബാൻ ചെയ്തിരിക്കുകയല്ലേ? ഓ, ഇവിടെയും തുടങ്ങി. ഇനി റെയിൽവേയും ബാൻ ചെയ്യും. എടുത്ത് വണ്ടി വെക്കണം. ഒരു വണ്ടിയും കൂടെ വിളിക്കണം. അതെന്തിനാ? നിനക്ക് പൈലറ്റ് വണ്ടിയായിട്ട് പോകാനോ? പോകുന്ന വഴി പാർവതി കൂടെ കൂട്ടണം. വ്യസനപ്പെടാതിരിക്കൂ ഗിരീഷേ. ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ കേട്ടോ. എത്തിയില്ലേ? അമ്മായിപ്പനെ കണ്ടോ? എന്താണ് പറയാതെ പെട്ടെന്നൊരു വരവ്? വരൂ, അതോട്ടിരിക്കാം. ആനന്ദേട്ട പറഞ്ഞ പോലെ ഷർട്ട് ടക്കിങ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ആനന്ദേട്ട. അപ്പോൾ ധൈര്യമായിട്ട് ടെൻഷൻ അടിക്കണ്ട. ഞാൻ കോളിലുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. കല്യാണം വിളിക്കാൻ വന്നതായിരിക്കും അല്ലേ? കല്യാണവും വിളിക്കണം. അപ്പൂസ് എവിടെ? അവനെ കുളിപ്പിക്കുക. ആനന്ദേട്ട ഇപ്പൊ എവിടെ? എന്തായി? അമ്മായിയപ്പൻ തെണ്ടിയുടെ മുമ്പിലാ. നിന്റെ സംശയമൊക്കെ മാറിയോ ആനന്ദാ? ആരോ റൂമൊക്കെ തയ്ച്ചു എന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കിയ പുകിലൊക്കെ മറന്നോ? അതോ ആളെ കണ്ടുപിടിച്ചോ? ആനന്ദേട്ട ടെൻഷൻ വേണ്ട. ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. ഞാൻ വെറുമൊരു സാധാരണക്കാരൻ. എൻ്റെ ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു എൻ്റെ ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു കൊച്ചു ലോകം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരതിഥി വന്നു. എൻ്റെ കുടുംബത്തെ പോലും തകർക്കാൻ കെൽപ്പുള്ളൊരതിഥി. എൻ്റെ കുടുംബത്തെ പോലും തകർക്കാൻ കെൽപ്പുള്ളൊരതിഥി. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. അതൊക്കെ പോട്ടെ. അതൊക്കെ പോട്ടെ. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നൂടെ? അത് നീയോ ഞാനോ അല്ല തീരുമാനിക്കേണ്ടത്, അവളാണ്. പാർവതി വന്നല്ലോ. അവള് വന്നു. ആനന്ദേട്ടൻ ഞാൻ പറയുന്ന പോലെ പറ. അത് വേണോ? വേണം. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ? കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ? കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. നീയും ഞാനും മാത്രമുള്ളൊരു ലോകം. ഞാനും മാത്രമുള്ളൊരു ലോകം. നിന്നെ മാത്രം സ്നേഹിച്ചിരുന്ന ആ പഴയ മനുഷ്യനാവാൻ നിന്നെ മാത്രം സ്നേഹിച്ചൊരു അവസരം കൂടെ തരണം. ആ പഴയ മനുഷ്യനാകാൻ എനിക്കൊരവസരം കൂടി തരണം. നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അന്നും
അന്നും ഇന്നും എന്നും. നീ വരില്ലേ? അവനെ ഞാൻ എടുക്കാം. കല്യാണത്തിന്റെ മെയിൻ്റെനൻസ് പണികളുടെ ഇടയിൽ നിന്റെ വീടിന്റെ പെയിന്റിങ്ങും ചില്ലറ വർക്കുകളൊക്കെ തീർത്തിട്ടുണ്ട്. ആ അതേതായാലും നന്നായി. വാ. താങ്ക്സ്. എന്തിന്? അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി ആർക്കും പറ്റത്തെ കാര്യം ചെയ്ത് വിനുവേട്ടനാണ്. ശ്ശെ. ഞാൻ ഒരു സർപ്രൈസ് കൂടെ തരാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കാണാനാണോ? ഞാനെന്തേട്ടനെ കാണാൻ വരുന്നുണ്ട്. ഓ, നിന്നെ നേരി കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ഞാനെന്തേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. സത്യമായിട്ടും എന്റെ ആനന്ദേട്ടൻ എന്തൊരു സുന്ദരനാ. ആഹാ, ഈ ഡയലോഗ് നീ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ വെച്ചെന്ന് കാച്ചിക്കോ. ഏട്ടത്തിയമ്മയുടെ അടുത്ത് പറയാൻ എന്റെ അടുത്ത് വേറൊന്നുണ്ട്. ഓഹോ, എന്റെ കയ്യിൽ ഒരു സാധനം കൂടെ ഉണ്ട്. വേണ്ട, സാരി നീ നിന്റെ ഏട്ടത്തിയമ്മയ്ക്ക് നേരിട്ട് കൊടുത്താൽ മതി. അതുമാത്രമല്ല, ചെറിയൊരു ഐഫോൺ. എൻ്റെ വക ആനന്ദേട്ടനൊരു ഗിഫ്റ്റ്. ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നു. ആദ്യത്തെ ഏതായിരുന്നു? നീ നമുക്കിനി വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. അല്ല ഏട്ടത്തിമ്മയുടെ നീ കണ്ടില്ലേ തറവാട്ടിലുണ്ടായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് പോയില്ല. രമണിക്ക് എന്തോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. രാത്രി എന്താ? ഓട്സ് പുട്ട്. ഓട്സ് പുട്ടാ? ഇത് നനയുന്നില്ല. എന്താ ഇത്? എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഞാൻ രാജി ചോദിച്ചില്ലേ എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ നീ ആണോ എടുത്തു കൊടുത്തത്? ഇല്ല, ഞാൻ കൊടുത്തില്ല. പിന്നെ ആരാണ് എടുത്തു കൊടുത്തത്? എടാ ഞാൻ സ്മൈൽ. അളയാ, ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ. പ്രേമം. അതൊരു സിനിമാ പേരല്ലേ? ഇപ്പോഴാടാ നീ പഴയതൊക്കെ മറന്നൊരു മിടുക്കനായത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായൊരു ജീവിതമായിരിക്കും. മര്യാദയ്ക്ക് സത്യം പറയണം, ആരാ എടുത്തതെന്ന്? പാർവതി. ഞാനോ?
ഞാനെന്തിനാ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ എടുത്ത് തരുന്നത്? കള്ളം പറയല്ലേ ഞാനെന്തിനാ നിങ്ങളോട് കള്ളം ആ പറയാം? ഓരോന്നോരോന്നായിട്ട് എനിക്ക് പണി തരാമെന്ന് ഇതാണോ പറഞ്ഞത്? അച്ഛൻ ഞാനെന്തിനാ ചെറുക്ക് പണി കൊടുക്കുന്നേ? പാർവതി എന്തിന് കള്ളം പറയണം? നീയാണ് ഇതിനൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നത്. തിരിച്ചിടും തിരിച്ചിടും. കൊള്ളാം. ആ. നിനക്ക് കളിക്കാനുള്ള അല്ല ഈ പൊടി, എനിക്ക് മസിൽ വെക്കാനുള്ളതാ. മനസ്സിലാ? എന്തൊക്കെയാ രമണി? ശ്ശോ.